അതായത് നമുക്ക് നോക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്? അതായത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിച്ചൊരു സഭയാണ്. ഇത് 1945 ഒക്ടോബർ മാസം 24-നാണ് ഇത് രൂപീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഏത് ഏജൻസിയാണ് ഇടപെടാറുള്ളത്? അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയാണ് ഇടപെടാറുള്ളത്? UNEP ആണ്. ഇനി ചോദിക്കാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐക്യരാഷ്ട്രസഭയുടെ 2025 ലോക പരിസ്ഥിതിൻ്റെ ആപ്തവാക്യമാണ് എൻഡിങ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിനെ നിർത്തലാക്കുക. ഇനി ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ ആസ്ഥാനമാണ് ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ് എന്നാണ്. അതായത് ജനസമ്പർക്ക പരിപാടിയിൽ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ജനസമ്പർക്കം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടോ, അത് നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ അംഗരാജ്യങ്ങളും അംഗങ്ങളാവുന്ന സമിതിയാണ് പൊതുസഭ. എല്ലാ ഒരു പൊതുവായിട്ടുള്ളൊരു സഭയാണ് പൊതുസഭ. എല്ലാ അംഗരാജ്യങ്ങൾക്കും അംഗങ്ങളാണ്. എല്ലാ വർഷവും ഐക്യരാഷ്ട്ര സംഘടന ഏത് ദിവസമാണ് ലോക മണ്ണുദിനം? ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 15-നാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുമ്പോൾ എന്താണ്? അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യ, സ്പാനിഷ്. ഇത് ഓർക്കാൻ ഫ്രസ്ക എന്ന് ഓർത്താൽ തന്നെ കിട്ടും. ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, ചൈന, അറബി, സ്പാനിഷ് എന്നിവയാണ്. അതായത് അറബി, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നിവയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ശക്തിയായ രാജ്യങ്ങളാണ് എപ്പോഴും ഒരു സ്ഥിരാംഗങ്ങളുണ്ടാകാം. അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ചൈന, ഫ്രാൻസ്, UK ഈ 5 രാജ്യങ്ങളാണ്. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ചൈന, UK എന്നിവയാണ്. സുരക്ഷാ സമിതിയുടെ അംഗബലം 11 നിന്ന് 15 വിപുലീകരിക്കപ്പെട്ട വർഷം 1965-ലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സുരക്ഷാ സമിതിയിലെ അംഗസംഖ്യ 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലികമാണ്. എല്ലാം കൂടി ചേർന്ന് 15 ആണ്. സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. സുരക്ഷാ സമിതി താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. അന്തർദേശീയ ആണവോർജ ഏജൻസി സ്ഥാപിതമായ വർഷം 1957-ലാണ്. ഇനി ലോക വ്യാപാര സംഘടന സ്ഥാപിത വർഷം 1995-ലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് ആണ്. നമുക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഹൈക്കോടതി അങ്ങനെ ഓർത്തു വെച്ചാൽ ഹേഗ് എന്നുള്ളത് കിട്ടും. അത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആസ്ഥാനം ഹേഗ് ആണ്. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ചോദിച്ചാൽ ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഇനി വികസ്വര രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോക ബാങ്ക് രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1944-ലാണ്. അത് വികസ്വര രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോക ബാങ്ക് IBRD രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1944-ലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക അംഗങ്ങൾ എണ്ണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 51 രാജ്യങ്ങളാണ്. ഇനി ചോദിക്കാം, ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1945 ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. ഇനി ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നതും ഒക്ടോബർ 24-നാണ്.
ഇന്ത്യ ചോദിക്കാം, ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായതെന്ന്. അതായത് 24-നാണ് നമ്മൾ ഇത് സ്ഥാപിതമായെന്ന് പറഞ്ഞു. ഒരു 6 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ത്യ അംഗമായത്. 1945 ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് ഇന്ത്യ പോയി അംഗമാവുന്നത്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ 9ാമത്തെ സെക്രട്ടറി ജനറൽ ഒക്കെ ചോദിച്ചാൽ നമ്മുടെ പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുട്ടറസ് ആണ്. അത് പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്നു. UN ഹൈക്കമ്മീഷനിൽ പ്രവർത്തിച്ച വ്യക്തിയും കൂടിയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ്. 1943 ഡിസംബറിലെ ത്രിശക്തി ടെഹ്റാൻ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയനാണ്. 1945 യാൾട്ട സമ്മേളനവുമായി ബന്ധപ്പെട്ട 3 പ്രമുഖ നേതാക്കന്മാരാണ് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ എന്ന് പറയുന്നത്. UN ചാർട്ടറിൽ ഒക്ടോബർ 15 ഒപ്പുവെച്ച 51ാമത്തെ രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. UN ചാർട്ടറിൽ ഒക്ടോബർ 15 ഒപ്പുവെക്കപ്പെട്ട 51ാമത്തെ രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. ഇനി അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും ചട്ടങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം വാഷിങ്ടണിലാണ്. അത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും ചട്ടങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് IMF അഥവാ അന്താരാഷ്ട്ര നാണയനിധിയാണ്. ലോകത്ത് എല്ലായിടത്തും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രചാരണം നടത്തുന്ന സർക്കാർ ഇതര സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ലോകത്ത് എല്ലായിടത്തും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രചാരണം നടത്തുന്ന സർക്കാർ ഇതര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. സുരക്ഷാ സമിതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് തിരഞ്ഞെടുപ്പ് വഴിയാണ്. എല്ലാ അംഗങ്ങൾക്കും എത്ര വോട്ട് വീതമാണുള്ളത്? ഓരോ വോട്ട് വീതമാണുള്ളത്. ഇനി അന്താരാഷ്ട്ര സമാധാന ദിനമാണ്. സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് രുചി കാംബോജ് ആണ്. രുചിര കാംബോജ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.